ഇതാണ് കേട്ടോ കക്കിപ്പഴം. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ എറണാകുളത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലുലു മാളിലൊക്കെ ഇരിപ്പുണ്ട്, മാൾസിൽ പലതിലും ഇരിപ്പുണ്ട്. ഞാനിത് അങ്ങാടിയിൽ നിന്നാണ് വാങ്ങി. ഇതെന്താണെന്ന് അറിയാനാണ് വാങ്ങിയത്. പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് കുറച്ച് നാളുകളായിട്ട് ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു പഴമാണ് കക്കിപ്പഴം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ചെറിയ ടൈപ്പ് പംകിനാണോ എന്ന് തോന്നും, അതുപോലെ ഓറഞ്ച് ആണോ എന്ന് തോന്നും. പക്ഷെ അതൊന്നുമല്ല, നല്ല ഓറഞ്ച് കളറിലുള്ള കക്കിപ്പഴം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ വില എന്നില്ല, അത്യാവശ്യം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുന്ന പഴങ്ങളുടെ ആ ഒരു വിലയാണ് ഇതിനുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 വാങ്ങി എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് അറിയാനായിട്ട്. അപ്പോൾ തന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഞെട്ട് കണ്ടോ, ഈ ഞെട്ടിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ. അത് വലിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്താൽ പോരില്ല. അപ്പോൾ അത് പകുതിയൊക്കെ വലിച്ച് കളഞ്ഞു. പിന്നെ നല്ലതുപോലെ കഴുകി ഇനി നമുക്ക് മുറിച്ച് വെക്കാം. അപ്പോൾ നേരത്തെ ഒരു ചെറിയ കട്ടി ഇതിൻ്റെ തൊണ്ടിനുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് മുറിക്കാൻ പറ്റുന്ന അത്രയും കട്ടിയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു കുരു പോലും ഇല്ല കേട്ടോ. നല്ല അതിമധുരമുള്ള ഫ്രൂട്ടാണ് കേട്ടോ, രുചിയുള്ള ഫ്രൂട്ടാണിത്. അതുമാത്രമല്ല ഇതിന് ഒരു നല്ല മധുരമുള്ള കാമ്പാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിന് കുറേ പേരുകളുണ്ട് കേട്ടോ. പേഴ്സിമൺ ഫ്രൂട്ട് എന്നതിന് പേരുണ്ട്, അതുപോലെ കക്കിപ്പനച്ചിപ്പഴം എന്ന് പേരുണ്ട്, കക്കപ്പഴം എന്നുണ്ട്, കാക്കത്തിന്തുകം എന്ന് പേരുണ്ട്, അതുപോലെ കാക്കത്തിപ്പനച്ചിപ്പഴം, അങ്ങനെ അതുപോലെ തമ്പിൽ പഴം, അങ്ങനെ പല പേരുകളിൽ പല നാട്ടിൽ ഈ പഴം അറിയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മധുരമാണ്. കപ്പളങ്ങയല്ലേ, കപ്പളങ്ങ കഴിക്കുന്ന പോലെ ഇരിക്കും, നല്ല മധുരമായിട്ട് നല്ല പഴമാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ കുറച്ച് വീതം ഇഷ്ടമായുള്ളൂ. മധുരം ഉള്ളത് കൊണ്ട് ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ. എന്തായാലും ഈ ഒരു പഴം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടും കൃഷി ചെയ്യുന്നുണ്ട് ഈ കക്കിപ്പഴ കൃഷി. ചൈന, ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ ഇവിടെയെല്ലാം വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ജമ്മു കാശ്മീർ, തമിഴ്നാട്ടിലെ കൂനൂർ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രമേഹം, കൊളസ്ട്രോൾ, അതുപോലെ ഫാറ്റി ലിവർ, ഇതിന് എല്ലാം ഉത്തമമാണ് ഈ കക്കിപ്പഴം. ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ മാസം വരെയാണ് ഇതിൻ്റെ സീസൺ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ അയൺ അടങ്ങിയിട്ടുണ്ട്, മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഈ കക്കിപ്പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കക്കിപ്പഴം കഴിച്ചാൽ മതി. പിന്നെ ക്യാൻസർ, സ്ട്രോക്ക് ഇവ തടയാനായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ധാരാളം കക്കിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കണ്ണിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് ആപ്പിൾ പോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ തൊണ്ട് കളയാതെ കഴിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഇത് ഉണക്കി കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കഴിക്കണമെന്നില്ല, ഇങ്ങനെ സിമ്പിളായിട്ടും കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.